വെബ്സൈറ്റ് ലോഞ്ചിന് ശേഷം സംസാരിക്കാൻ ജോയിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ സാർ, പ്രവർത്തകരെ, കുട്ടികളെ, സത്യത്തിൽ ജനം തെറ്റിദ്ധരിക്കും ഇത് ആമോഫ് ജോയ് എന്ന് പറയുമ്പോൾ ഞാനെന്തോ ഉണ്ടാക്കിയ സംഘടനയാണ്, എനിക്ക് ആളാകാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്നൊക്കെ. ഞാൻ ഈ സംഘടനയെ പറ്റി അറിയുന്നത് തന്നെ കഴിഞ്ഞ ദിവസവും പറഞ്ഞപ്പോഴാണ്. എൻ്റെ സുഹൃത്ത് മധു എന്നോട് പറഞ്ഞു, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ പലരും നമ്മൾ സമീപിക്കുകയും പല പരിപാടിക്കും കൊണ്ടുപോവുകയും പലതിനും കാര്യങ്ങളുണ്ടാവും, ജീവനുണ്ടാവില്ല. അങ്ങനെ ഈ സംഘടനയെ പറ്റി കേട്ടപ്പോൾ, അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിഞ്ഞപ്പോൾ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സമയം ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഞായറാഴ്ച പൊതുവെ ആരാധനയ്ക്കുള്ള സമയമാണ് ക്രിസ്ത്യാനികൾ. ഞാനങ്ങനെ ഒരു കഠിനമായ ക്രിസ്ത്യാനി അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരാധന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ഞാൻ എൻ്റെ ആരാധന. കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നമ്മളുടെ മനസ്സിനറിയുന്ന സന്തോഷം. ഈ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൽ പുഞ്ചിരികൾ ആസ്വദിക്കുമ്പോൾ എൻ്റെ ഭാഗ്യം എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ജോലി വീഴണമെന്നില്ല. വേറൊക്കെ ഇരുന്നെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. ഈ സംഘടനകളുടെ ഈ വെബ്സൈറ്റിൽ ഇത് നമ്മുടെ നേരത്തെ കണ്ട സൈഡ് ഷോയിൽ ആൾക്കാരുടെ, കുട്ടികളുടെ, വയസ്സായവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൽ പുഞ്ചിരികളാണ് പറയുന്നത്. ഞാനീ ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സിനിമ ആവുന്നില്ല, കോഴിക്കോടൊക്കെ അറിയാം, എന്നെ അടുത്തറിയുന്ന പലർക്കറിയാം. ഒരു ദിവസം രാവിലെ എണീറ്റില്ല എന്നൊരു സിനിമ പറഞ്ഞേക്കണേ എന്നൊരു സിനിമയിൽ വന്നാണ്. ഒരുപാട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അനാവർത്തനങ്ങളിലൂടെയും അലച്ചിലുകളിലൂടെയും അങ്ങനെ ഒരുപാട് പരിക്കേറ്റ് തന്നെയാണ് ഞാൻ എന്നെ രൂപപ്പെടുത്തി ഈ രൂപത്തിലായത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചൊരു അമ്മാവനുണ്ടായിരുന്നു. ആ അമ്മാവൻ 26-ാം വയസ്സിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത എയർഫോഴ്സായിരുന്നു. 2 കണ്ണും നഷ്ടപ്പെട്ടു. 26 വയസ്സിൽ കണ്ണ് നഷ്ടപ്പെട്ട അദ്ദേഹം പിന്നീട് 32 വർഷങ്ങൾ സന്യാസ ജീവിതമായി. കിട്ടുന്ന പെൻഷൻ തുക മുഴുവൻ സാധുക്കൾക്ക് കൊടുക്കുകയും യാചകർക്ക് പ്രവേശനമുണ്ട് എന്നൊരു ബോർഡായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ കണ്ട ഒരു ബോർഡ്. ആരോഗ്യകാലവും ഭക്ഷണം കൊടുക്കുക, വസ്ത്രമല്ലെങ്കിൽ ധരിച്ച വസ്ത്രം ഒതുക്കി കൊടുക്കുക, അടുത്ത വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുക, ട്യൂഷൻ എടുക്കുക. ഒരുപാട് കുട്ടികൾ പഠിച്ച് ടീച്ചർമാരാവുകയും ഒക്കെ ചെയ്യിക്കാൻ അറിയാം. ആ അമ്മാവനാണ് എനിക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണ് കാണാത്ത ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം കണ്ണ് കാണാത്തവർക്ക് നമ്മൾ കാണുന്ന ലോകം ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. പൂവ് കാണാൻ പറ്റുന്നില്ല, പൂക്കളില്ല, കിളിയിലില്ല, പച്ചപ്പില്ല, മറ്റുള്ളവരുടെ മുഖം കാണാൻ വയ്യ. ഈ അമ്മാവൻ തന്നെ ഞങ്ങളുടെ കുട്ടികളൊക്കെ മുഖത്ത് തലോടിയിട്ടാണ് മൂക്കാണല്ലോ, അത്ര ഹൈറ്റ് ഉണ്ടല്ലേ അവരുടെ അന്ധമായ ആ ലോകം, അന്ധതയുടെ ആ ലോകം അവർ മറികടക്കുന്നത് നമ്മളുടെ ശബ്ദവും നമ്മളുടെ സ്നേഹവും നമ്മുടെ പൊട്ടിച്ചിരിയും കേൾക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു വരും. എല്ലാവർക്കും എല്ലാ കാലത്തും നിരാശ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാവർക്കും എല്ലാ കാലത്തും തിക്താനുഭവങ്ങൾ മാത്രമായിട്ടൊരു ജീവിതമില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയും നമ്മൾ പിടിച്ചെടുക്കാൻ തയ്യാറാവുകയും നമ്മൾ വി ആർ ബോൺ ടു വിൻ നോട്ട് ടു സറണ്ടർ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ വന്ന വഴികൾ മറക്കരുത്. ആ വന്ന വഴികൾ മറക്കാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. നമ്മൾ ആയിരിക്കുന്ന ആ ബീയിങ്നെസ്, ആ നിമിഷം നമ്മൾ ഹാപ്പി ആവുന്നുണ്ട്. നാളെ എന്ത്, അടുത്ത നിമിഷം എന്ത്, ഒന്നും പറയാൻ പറ്റില്ല. ഈ നിൽക്കുന്ന ഞാൻ നാളെ കാണണമെന്നില്ല, ഈ ഇരിക്കുന്ന നിങ്ങൾ നാളെ കാണണമെന്നില്ല, നമുക്ക് എന്ത് സംഭവിക്കാം. ഇപ്പോൾ നമ്മളൊക്കെ ഉണ്ട്. ഈ ഉണ്ടായിരിക്കുന്ന ഈ നിമിഷം മറ്റുള്ളവർക്ക് കൂടെ സന്തോഷം നൽകുന്ന, എനിക്ക് കൂടെ ആനന്ദം കിട്ടുന്ന, ഞാൻ സന്തോഷം അനുഭവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റൂ
എന്ന് തിരിച്ചറിവുണ്ടാകുന്ന ഒരു ലോകമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മനുഷ്യ സമൂഹമാണ് ഞാൻ എൻ്റെ സന്ദർഭത്തിലുള്ളത്. അപ്പം എനിക്ക് കളക്ടർ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫാനാണെന്ന്. കാരണം കോഴിക്കോടിൻ്റെ ഭൂമികയിൽ ഇങ്ങനെ കോഴിക്കോടിനെ സ്നേഹിച്ച മറ്റൊരു കളക്ടറില്ല. ഞാൻ ഇപ്പോഴാണ് അദ്ദേഹം നേരിട്ട് കാണുന്നത്. എന്നോട് ഫേസ്ബുക്കിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരും, ഞാൻ വളരെ ആക്റ്റീവാണ് ഫേസ്ബുക്കിൽ. അപ്പോൾ എന്നോട് പലരും നിങ്ങൾ കോഴിക്കോട് കളക്ടറെ നേരിട്ട് പരിചയപ്പെടുന്ന ആളാണ്, നിങ്ങൾക്ക് പറ്റിയ ആളാണ് എന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ അതിനൊരു സന്ദർഭം വരട്ടെ എന്നുള്ളതാണ്. ഞാൻ എല്ലാ കാര്യത്തിലും അങ്ങനെ കാത്തിരിക്കുന്നതാണ്. സന്ദർഭം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഓപ്പറേഷൻ സുലൈമാനി എന്നുള്ളത് ആ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാൻ ലൊക്കേഷനിൽ ഞാൻ എൻ്റെ കൂടെ ഒന്ന് ചാവുൻ്റെ പോകാൻ അങ്ങനെ ആരൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞു അവരൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ വരെ ഒരു ദിവസം എന്തെങ്കിലും പരിപാടിക്കും നമുക്ക് ഉഷാറാക്കാം, ഭയങ്കര സംഭവമല്ല, നിങ്ങൾ കോഴിക്കോട്ടിൽ മാത്രമേ പറ്റുള്ളൂ. വെബ്സൈറ്റിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ പ്രോജക്റ്റിന് ഞാനൊന്ന് ജസ്റ്റ് സ്പർശിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം 3 ലക്ഷം ആൾക്കാർ മറ്റത് കാണുകയും 10,000 പേര് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തൊക്കെ തന്നെ കോഴിക്കോട്ടിൽ നടക്കുള്ളൂ, കോഴിക്കോട്ടിൽ സാധിക്കുള്ളൂ. അങ്ങനെ കോഴിക്കോട് നിങ്ങൾ പ്രകീർത്തിക്കുന്നു, കളക്ടറെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ തുടർന്ന് ഞാൻ കളക്ടറോട് എൻ്റെ ഭാഗത്ത് ഈ ഓപ്പറേഷൻ സുലൈമാനിക്ക് വേണ്ട സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ആം ഓഫ് ജോയ് പോലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഒഴിവുള്ള ഏത് ഞായറാഴ്ചകളിൽ ചിലപ്പോൾ എനിക്ക് പണിയുണ്ടാവും. ഞാൻ കോഴിക്കോടുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും തീരെ ഔപചാരികമല്ലാതെ എനിക്ക് വേണമെങ്കിൽ മൈക്കും ഇതൊന്നും വേണ്ട, സ്റ്റേജൊന്നും വേണ്ട, നമുക്കൊന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു യാത്ര പോവുകയോ ഒക്കെ ചെയ്യാം. ഞാൻ മാത്രമല്ല, എൻ്റെ ഈ ഫീൽഡിൽ എൻ്റെ കൂടെ സിനിമയിൽ പ്രവർത്തിക്കുന്ന പല സിനിമാ നടന്മാരെയോ നടികളെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയോ അവരെയും കൂടെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരുത്തില്ലെങ്കിൽ ഞാൻ കൊല്ലുന്നില്ല. അതാണ് എൻ്റെ ധൈര്യം. പലർക്കും പേടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം നിമിഷങ്ങൾ വളരെ സാർത്ഥകവും സമ്പന്നവും സർഗാത്മകവുമാണ്. കുട്ടികൾക്ക് എന്താണ് അവരുടെ കഴിവുകൾ പഠിപ്പിക്കാനുള്ള വേദി എന്നത് പാട്ടോ ഡാൻസോ ചിത്രങ്ങളോ ഷോർട്ട് ഫിലിമോ എന്താണെങ്കിലും നമുക്കതിനെ ഒത്തൊരുമിച്ച് നിൽക്കാം. കളക്ടർ വേറെ ചില പ്രോജക്റ്റുകൾ ജസ്റ്റ് പറഞ്ഞു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടാവുന്ന ഒരു മുത്താണ് ഈ കളക്ടർ. അതുകൊണ്ട് എല്ലാ കാലത്തും ഞാൻ സന്തോഷത്തിൻ്റെ എൻ്റെ കൈകൾ ആ മുഖത്ത് വരുന്നു.